നമസ്കാരം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയാണ് ലോകം മുഴുവൻ ചർച്ചയാകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഹോത്സവങ്ങളിൽ ഒന്നാണ് മഹാകുംഭമേള. കുംഭമേളയിൽ സ്നാനത്തിനും മറ്റ് ചടങ്ങുകൾക്കുമായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലൂടെ ഈ മഹാകുംഭമേളയെ തകർക്കാനും മഹാകുംഭമേളയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും പലരും പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ കാര്യമല്ല. എന്ത് നല്ല കാര്യം നടന്നാലും എന്ത് ആഘോഷങ്ങൾ നടന്നാലും ഒക്കെ തന്നെ അതിനെ തകർക്കാനും അതിനെ ഇല്ലാതാക്കാനും ചില ദുഷ്ട ശക്തികൾ, മത തീവ്രവാദ ശക്തികൾ അടക്കം രംഗത്ത് വരും. കഴിഞ്ഞ ദിവസം ഒരു ജിഹാദി, ഒരു മത തീവ്രവാദി വേഷം മാറി പ്രയാഗ്രാജിൽ എത്തിയതും അവിടെ ആളുകൾ തിരിച്ചറിഞ്ഞതും ഇയാളെ പിടിച്ചതും പോലീസിൽ ഏൽപ്പിച്ചതുമൊക്കെ വാർത്തയായി വന്നിരുന്നു. അതിന്റെ വീഡിയോയും ഒക്കെ തന്നെ പ്രചരിച്ചിരുന്നു. പിന്നീട് ഉണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ഈ പരിപാടിയിൽ വിവിധ സ്റ്റാളുകൾ, സർക്കാർ സംവിധാനങ്ങളുടെ വിവിധ സ്റ്റാളുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പല സാധനങ്ങൾ വിൽപ്പന നടത്താനും അതുപോലെ തന്നെ ഭക്ഷണത്തിനുള്ള, കുടിവെള്ളത്തിനുള്ള പ്രത്യേക കൗണ്ടറുകൾ ഒക്കെ തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഈ പിൽഗ്രിം സെന്ററുകളിൽ, തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നതാണ്. അവിടെ ഒരു മേശയും ഇട്ട് കുറെ പ്ലക്കാർഡുകളും കുറെ പോസ്റ്ററുകളുമായി ഒരു വിഭാഗം, കുറച്ച് ആൾക്കാർ, 4-5 ആൾക്കാർ രംഗത്ത് വന്നു. ഇവർ മതപരിവർത്തകരാണ്. അതായത് അവിടെ വരുന്ന ഹൈന്ദവ വിശ്വാസികളായ, അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മത്തെ അനുകൂലിക്കുന്ന, ഹൈന്ദവ ധർമ്മത്തെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരെ മതം മാറ്റി മറ്റ് മതങ്ങളിലേക്ക്, ക്രിസ്തീയ മതങ്ങളിലേക്ക് മാറ്റുന്ന, അല്ലെങ്കിൽ മാറ്റാൻ വേണ്ട ലീഫ്ലെറ്റുകളും അതിനുവേണ്ട പുസ്തകങ്ങളും കുറെ നോട്ടീസുകളുമായിട്ടാണ് ഇക്കൂട്ടർ രംഗത്ത് വന്നത്. ഈ ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയാറുണ്ട്. ഇത്രയും വലിയൊരു മേള നടക്കുമ്പോൾ അവിടെ വന്ന് ഹൈന്ദവ സനാതന വിശ്വാസികളെ മതം മാറ്റുന്ന, അവർക്ക് ഹൈന്ദവ വിശ്വാസവും സനാതന ധർമ്മവും ഒന്നും അല്ല നിങ്ങൾക്ക് ചേരുന്നത്, നിങ്ങൾ ഇത്തരത്തിൽ ഈ മതത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ചെറിയ മൈക്രോഫോണുമായിട്ട് കുറെ വാക്യങ്ങളും വചനങ്ങളുമായിട്ട് എത്തുന്ന ഒരു വിഭാഗം, അവരെയും നാഗസന്യാസിമാർ കഴിഞ്ഞ ദിവസം കൈകാര്യം ചെയ്തു. അതിന്റെ വീഡിയോ ദൃശ്യവും ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാനും ഏത് രീതിയിൽ ആർക്ക് എന്ത് വിശ്വാസം സ്വീകരിക്കാനുമുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതൊക്കെ ശരി തന്നെ. ഇവിടെ പല രീതിയിൽ ഇത്തരം തെറ്റായ ചിന്താഗതികൾ നിരത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമുണ്ട്. വീട് വീടാന്തരം കയറി ഇറങ്ങിയൊക്കെ തന്നെ ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തുകയും അതുപോലെ തന്നെ ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സംഘങ്ങൾ, പ്രായമായവർ മുതൽ സ്ത്രീകൾ വരെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ശരിയായൊരു നിലപാടാണോ? മതപരിവർത്തന നിരോധന നിയമം നിലവിൽ ഉള്ള രാജ്യമാണ് ഇന്ത്യ, അതുകൂടി ഓർക്കണം. ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനം ഇവിടെ നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ നിയമ സംവിധാനം നിലവിലുള്ള ഒരു രാജ്യത്ത് ഇത്രയും വലിയ കുംഭമേള, മഹാകുംഭമേള പോലെ ഒരു മഹോത്സവം നടക്കുമ്പോൾ, ഒരു ഉത്സവം നടക്കുമ്പോൾ, അതിലേക്ക് എല്ലാ മതത്തിലും പെട്ട തീർത്ഥാടകർ ഹൈന്ദവ വിശ്വാസങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ, ഭാരതീയ സംസ്കാരത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ, ഇത്തരത്തിലുള്ള മതപരിവർത്തന നമ്പറുകളുമായി എത്തുന്നവർക്ക് തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടി ഉണ്ടാകും. അത് അവിടെ നാഗസന്യാസിമാർ തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവരെ പുറത്താക്കിയിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയും, ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാനായിട്ട് ചില ആളുകൾ, ചില ശക്തികൾ കടന്നു വരും. അത്തരം ശക്തികളെയൊക്കെ തന്നെ നേരിട്ടുകൊണ്ട്, മറികടന്നുകൊണ്ട്, അവരെയൊക്കെ തല്ലി ഓടിച്ചുകൊണ്ട് ഇത്തരം സംരംഭങ്ങൾ, ഇത്തരം മഹോത്സവങ്ങളൊക്കെ തന്നെ വിജയപ്രദമാക്കാൻ നല്ല പണി അറിയാവുന്നവർ തന്നെയാണ് ഈ മഹാകുംഭമേള നടത്തുന്നത്. ഇനിയും ഇത്തരം ഈ പള്ളക്ക് തോണ്ടുന്ന പരിപാടികളുമായി എത്തിക്കഴിഞ്ഞാൽ വിവരം ഇത്തിരി കടുപ്പത്തിൽ തന്നെ അറിയും എന്നുള്ളതാണ് നമുക്ക് പ്രയാഗ്രാജിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.